നമ്മളൊക്കെ സ്വപ്നം കാണുന്നതിനപ്പുറമുള്ള തരത്തിലേക്ക് ഏവിയേഷൻ മേഖല വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഡിസംബർ ആദ്യവാരം 2025 പുറത്തു വന്നിരിക്കുന്നൊരു വാർത്ത, ഒരിക്കലും വിചാരിച്ചിട്ടില്ല നമുക്കിങ്ങനെ 20,000 കിലോമീറ്റർ ഒറ്റയടിക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന വിമാനം ഉണ്ടാകുമെന്ന്. എന്നുവെച്ചാൽ കൊമേഴ്ഷ്യൽ ഫ്ലൈറ്റുകൾ അങ്ങനെ ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ടില്ല. 20,000 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഈ ഭൂമിയുടെ മൊത്തം ചുറ്റളവിൻ്റെ പകുതി വരും. ഒറ്റയടിക്കാണ് യാത്ര ചെയ്തിരിക്കുന്നത്. ചൈനയിലെ ഷാങ്ഹായ് എയർപോർട്ടിൽ നിന്ന് വെളുപ്പിന് 2 മണിക്ക് ഫ്ലൈറ്റ് പുറപ്പെടുന്നു. അർജന്റീനയിൽ ബ്യൂണസ് അയേഴ്സിൽ അവിടുത്തെ സമയം 4:45 ലാൻഡ് ചെയ്യുന്നു. എന്ന് വെച്ചാൽ 29 മണിക്കൂർ ഏതാണ്ട് തുടരെ യാത്ര എന്ന് പറയാവുന്ന വിധത്തിൽ. ഇടയ്ക്ക് ന്യൂസിലൻഡിലെ ഓക്ലൻഡിൽ റീഫ്യൂവലിങ്ങിന് വേണ്ടി അല്പം സമയം നിർത്തി അവിടെ വെച്ച് ക്രൂ ഒന്ന് മാറിക്കയറുന്ന രൂപത്തിലൊക്കെ ആക്കി എന്നതൊഴിച്ചാൽ അത് ഏതാനും മിനിറ്റുകൾ മാത്രമാണ് അവിടെ നിർത്തിയിട്ട് പോയി എന്നതൊഴിച്ചാൽ വേറെ സ്റ്റോപ്പ് ഓവർ ഇല്ല. അവിടെ നാളെടുക്കുന്ന രീതിയൊന്നുമില്ല. 316 യാത്രക്കാർ ഷാങ്ഹായിൽ നിന്ന് കയറിയിട്ട് 29 മണിക്കൂർ തുടർച്ചയായിട്ട് അതിനകത്ത് ഇരുന്നിട്ട് 5ഉം 6ഉം 7ഉം നേരമൊക്കെ ഉള്ള ഫുഡെല്ലാം കൊടുത്തിട്ട് ബോയിങ് 777-300ER എന്ന് പറയുന്ന ഫ്ലൈറ്റാണ് ചൈന ഈസ്റ്റേൺ എയർലൈൻസിൻ്റെ ഭാഗമായിട്ടുള്ള ഇത്രയും നീണ്ട സർവീസ്. നേരത്തെ ഇപ്പോൾ 20,000 കിലോമീറ്റർ എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ 15,000-14,000 കിലോമീറ്ററൊക്കെ ഓടിയിട്ടുള്ള വാഹനങ്ങളെക്കുറിച്ച്, അത്ഭുതകരമായിട്ട് അങ്ങനെയുള്ള വിമാനങ്ങളെക്കുറിച്ച് പറഞ്ഞു വരുന്ന കൂട്ടത്തിലാണ് ഇങ്ങനെ ഒരു അത്ഭുതം നടന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ ചില വിമാന കമ്പനികളൊക്കെ 2027 15,000-16,000 കിലോമീറ്റർ സഞ്ചരിക്കാനുള്ള വിമാനങ്ങൾ വരുന്നു എന്നൊക്കെ പറഞ്ഞ് പരസ്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ചൈനയുടെ വിമാന കമ്പനി ഇങ്ങനെ ഇത്രയും പറത്തി അത്ഭുതം സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് മാത്രമല്ല, ആഴ്ചയിൽ 3 സർവീസുകൾ ഇങ്ങനെ നടത്താം. 29 മണിക്കൂർ കൃത്യമായിട്ട് ഇടതടവില്ലാതെ പറക്കാൻ പറ്റിയ, ഇടയ്ക്കൊന്ന് ഫ്യൂവൽ നിറയ്ക്കാൻ വേണ്ടി മാത്രം എവിടെയെങ്കിലും കുറച്ച് സമയം നിർത്തുന്ന വിധത്തിൽ സംവിധാനം ഏർപ്പാടാക്കിയിരിക്കുന്നത്. അപ്പോൾ ആകാശത്തുള്ള വിപ്ലവങ്ങൾ വളരെ വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഭൂമി മുഴുവനും ഒറ്റ വിമാനത്തിൽ ചുറ്റാൻ പറ്റുന്ന വിധത്തിൽ സംവിധാനങ്ങൾ വരുന്ന കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ഏതായാലും പരീക്ഷണങ്ങൾ വിജയകരമായി സമാധാന ആവശ്യങ്ങൾക്ക് വേണ്ടി സുരക്ഷിതമായ രൂപത്തിൽ വരട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുന്നു.